നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതും കുടുംബങ്ങൾക്കുള്ളിൽ അത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ അനാഥരായി പോകുന്നത് കുഞ്ഞുമക്കളാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുണ്ടായ ഒരു സംഭവം, അതും വെറും സംശയത്തിൻ്റെ പേരിൽ ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തുക. ഭാര്യയായിട്ടുള്ള ബിൻസി, 31കാരിയായിട്ടുള്ള ബിൻസിയാണ് ഭർത്താവ് സുനിൽ കൊലപ്പെടുത്തിയത്. അതും ഇവരുടെ 2 മക്കൾ വീട്ടിലുള്ള സമയത്തായിരുന്നു. ഈ അമ്മ മരിച്ച വിവരം ഒന്നും കുഞ്ഞുങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഈ മൃതദേഹം ഭാര്യ ഉറങ്ങുന്ന അതേ രീതിയിൽ തന്നെ ആ ബെഡിൽ കൊണ്ട് കിടത്തി ബെഡ്ഷീറ്റ് പുതപ്പിച്ച് കിടത്തുന്നു. പിറ്റേ ദിവസം രാവിലെ മക്കൾ എണീച്ച് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് പനിയാണെന്നും അമ്മയെ വിളിക്കേണ്ടെന്നുമൊക്കെ ഈ അച്ഛൻ പറയുകയാണ്. എന്നിട്ട് ഈ മക്കളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം സമീപത്തുള്ളൊരു വീട്ടിൽ ഒളിച്ചു നിൽക്കുന്നു. പിന്നീട് വിവരമൊക്കെ അറിഞ്ഞ്, അതും രാവിലെ പഞ്ചസാര മേടിക്കാൻ വന്ന ഒരു കുഞ്ഞാണ് ഈ മൃതദേഹം ആദ്യം കണ്ടതെന്ന് പറയുന്നു. ഈ കുഞ്ഞ് വലിയ രീതിയിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്കും മറ്റു നാട്ടുകാരുമൊക്കെ ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു സംഭവം പുറലോകം അറിയുന്നത്. ശരിക്കും വല്ലാണ്ട് ഞെട്ടലുണ്ടാക്കുന്നത് എന്നതിനപ്പുറം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഇനി അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്. എന്താണ് ശരിക്കും ഈ സംഭവം ശരിക്കും ഉണ്ടായൊരു കാര്യം എന്താണ്? സംഭവത്തിന് ആസ്പദമായ ഒരു വിഷയം എന്താണ്? സംഭവം സംശയരോഗം. രാത്രിയിൽ ഭാര്യ ഫോൺ ചെയ്യുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് വന്ന ഫോൺ കോൾ, രാത്രി ഇപ്പോൾ ഒരു സ്ത്രീക്ക് ഫോൺ വരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാം മോശപ്പെട്ട കോളുകളാകണം എന്നില്ല. സംശയരോഗമുള്ള ആളുകളെ സംബന്ധിച്ച് കൂടെ താമസിക്കുക എന്ന് പറയുന്നത്, അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷൻ മാത്രമല്ല, സംശയരോഗിയായ സ്ത്രീകളുമുണ്ട്. വലിയ ടാസ്ക്കാണ് അവരോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്നത്. വലിയ ദുരന്തമാണ്. മറ്റെന്തൊക്കെ നമുക്ക് സുഖസൗകര്യങ്ങളൊക്കെ കാണും, പക്ഷേ ഈ സംശയരോഗിയായ ഒരാളുടെ കൂടെ ആജീവനാന്തം നമ്മൾ കഴിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ ജീവിക്കുന്നില്ല. ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ സംഭവിച്ചത് സംശയരോഗം. ഇയാൾക്ക് നേരത്തെ മുതൽ സംശയരോഗമുണ്ട്. ഇവർ ഹരിതകർമ്മ സേനയുടെ അംഗമാണ് ഈ ബിൻസി, മരണപ്പെട്ട ബിൻസി. അപ്പോൾ ഇയാൾക്ക് സംശയരോഗമുണ്ട്. ഇയാൾ നിരന്തരം ഇതിൻ്റെ പേരിൽ അവിടെ വഴക്കാണ്. ആ വീട്ടിൽ വഴക്ക് ഉണ്ടാകാറുണ്ട്. 4 വർഷം ആയിട്ടാണ് ഇവർ ഈ കല്ലിയൂര് പുന്നമൂട് കുരുവിക്കാട് ലൈനിൽ കുന്നത്തുവിള വീട്ടിൽ ബിൻസി, ഭർത്താവ് സുനിൽ. ഈ ബിൻസി ആണെങ്കിൽ വെള്ളനാട് വെളിയന്നൂർ സ്വദേശിയാണ്. 4 വർഷം മുമ്പാണ് ഇവർ ഇങ്ങോട്ട് താമസം തുടങ്ങിയത്. അതിനു മുമ്പ് സുനിലിൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചത്. 2 കുഞ്ഞു മക്കളുണ്ട്, 4ലും 2ലും പഠിക്കുന്ന 2 മക്കൾ. ഈ മരണപ്പെടുന്നതിൻ്റെ തലേന്ന് രാത്രി 8 മണി സമയത്ത് ഒരു ബന്ധുവിൻ്റെ ഒരു മരണാനന്തര ചടങ്ങിലുമൊക്കെ ഒരുമിച്ച് പോയി. അതിനുശേഷം തിരികെ വന്നതിന് ശേഷമാണ് രാവിലെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റപ്പോൾ അമ്മയെ തിരക്കി പറഞ്ഞ് മൂടി പതിച്ച് കിടക്കുകയാണല്ലോ അമ്മ. സുനിൽ പറഞ്ഞ് അമ്മയെ വിളിക്കേണ്ട, അമ്മയ്ക്ക് പനിയാണ്. അപ്പോൾ ഈ സുനിൽ തന്നെ മക്കൾക്ക് ആഹാരമൊക്കെ ആഹാരം കൊടുത്തു. എന്നിട്ട് സ്കൂളിൽ കൊണ്ടാക്കി, ഭക്ഷണമൊക്കെ കൊടുത്ത് സ്കൂളിൽ കൊണ്ടാക്കി. അപ്പോൾ സാധാരണഗതിയിൽ ബിൻസിയാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ടീച്ചേഴ്സും ചോദിച്ചു എന്താ വരാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഭാര്യയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടുവരാൻ, ഞാൻ മക്കളെ കൊണ്ടുവന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാൾ അവിടെ നിന്ന് പോയി. അവിടെ നിന്ന് പോയതിന് ശേഷം ഈ വീട്ടിലേക്ക് പഞ്ചസാര, നമ്മൾ ഇപ്പോൾ നാട്ടുപുറത്തൊക്കെ അങ്ങനെയാണല്ലോ, പഞ്ചസാര വീട്ടിൽ നിന്ന് പോയി ചോദിക്കും. ഇപ്പം പിന്നെ അത്രയധികം ഇല്ലെങ്കിലും പണ്ടൊക്കെ സ്ഥിരം അങ്ങനെ. അപ്പോൾ ഇത്തിരി പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട് അപ്പുറത്തെ അയൽ വീട്ടിലെ ഒരു കുട്ടി വരുന്നു. കുട്ടി വന്ന് ഡോറിന് തട്ടുമ്പോൾ, വാതിലിന് തട്ടുമ്പോൾ അനക്കമില്ല. അപ്പോൾ അങ്ങനെ ഈ കുട്ടി അകത്ത് കയറുന്നു. പുറത്ത് വിളിച്ചെങ്കിൽ വാതിൽ തുറന്നവനകത്ത് കയറി നോക്കിയപ്പോഴത്തേക്ക് ഇവരിങ്ങനെ മൂടിപ്പൊതിച്ച് കിടക്കുന്നു. അപ്പോൾ ലൈറ്റിട്ട് നോക്കിയപ്പോൾ ബിൻസി ബെഡ്ഷീറ്റ് വെച്ച് പുതച്ച് കിടക്കുകയാണ്. അങ്ങനെ വിളിച്ചിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ മുറിയിൽ രക്തക്കറ. അപ്പോൾ ആ കുട്ടിക്ക് അത്രയും ഈ രക്തക്കറ കണ്ടപ്പോൾ പെട്ടെന്ന് അത് എന്തോ ഒരു കുഴപ്പമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി, ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം അത്തരം ബുദ്ധിയുള്ള കുട്ടികളാണ്. അതെ, കാരണം അവർ കാണുന്നത് മൊത്തം ഈ മൊബൈൽ എടുത്ത് വെച്ച് കൊലപാതകത്തിൻ്റെ ഗെയിമാണല്ലോ അവർ കാണുന്നത്. വാർത്തകളും അവരുടെ ഗെയിമുകളും എല്ലാം ആ രീതിയിൽ ഉള്ള സംഭവങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ കാലത്തുള്ള ഗെയിമൊന്നും അല്ലല്ലോ അവർ കളിക്കുന്നത്. പിന്നെ കൂടിപ്പോയാൽ അത് ക്രിക്കറ്റും ഫുട്ബോളും പോലും ഇപ്പോൾ അവർ മൊബൈലിലാണ് കളിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് അപകടം മനസ്സിലായി. കുട്ടി ആളുകളെ വിളിച്ചു കൂട്ടുന്നു. അങ്ങനെ വരുമ്പോഴാണ് കഴുത്തിൽ മുറിവേറ്റ് രക്തം വാർന്ന് ഈ ബിൻസി മരിച്ചു കിടക്കുന്നതാണ്
നാട്ടുകാർ കാണും. പഴയ രീതിയിലൊന്നുമല്ല. അതായത് ഈ കൊലപാതകങ്ങളുടെ രീതികളും കൊലപാതകങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ വല്ലാണ്ട് മാറിയിരിക്കുന്നു. ചിലപ്പോൾ നടുക്കമുണ്ടായി തങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്നൊക്കെ ആലോചിച്ച് കടന്നു കളയും മിക്ക ആൾക്കാരും. ഇപ്പോഴേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ജീവിത രീതികളിലേക്ക് അവർ പെട്ടെന്ന് കടക്കുകയാണ്. ഒരു കൂസലുമില്ലാണ്ട് മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നു, തിരിച്ചു വരുന്നു, ഇല്ലേ, കൂളായി ഭാര്യയെ എന്നും കിടക്കുന്ന പോലെ പുതപ്പിച്ച് കിടത്തുന്നു. അതിത് രാവിലെ അത് മാത്രമല്ല, കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കി ഇയാൾ തിരികെ വന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ആളൊഴിഞ്ഞ വീടുണ്ട്, അവിടെ ആരും ഇല്ല. ആ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. 9 മണിയായപ്പോഴാണ് ഈ കുട്ടി പഞ്ചസാര കടം ചോദിക്കാനായിട്ട് എത്തുന്നത്. അപ്പൊ അത്രയും സമയം ആരും അറിഞ്ഞിട്ടില്ല ഇവരിങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതൊന്നും ആരും അറിയുന്നില്ല. അപ്പൊ ഇയാള് ഒളിച്ചിരുന്നതിൽ ഒന്നിൽ 2 ഉദ്ദേശം ഉണ്ടായിരിക്കാം. ഇയാള് നാട് വിട്ടൊക്കെ പോകണമെങ്കിൽ നേരത്തെ തന്നെ അയാൾക്ക് പോകാമല്ലോ. എന്തായി തീരും, ഇനി ഇയാൾക്ക് വേണമെങ്കിൽ പറയാം ഞാനിവിടെ ഇല്ലായിരുന്നു, അപ്പോൾ മോഷണ ശ്രമത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്ന് കൊല ചെയ്താണെന്നൊക്കെ വേണമെങ്കിൽ ഇയാൾക്ക് പറയാം. അപ്പൊ നാട്ടുകാർ ഇയാളെയും കൂടെ കൂട്ടിയാണ് പിന്നെ ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ വെച്ച് പോലീസിന് സംശയം തോന്നുന്നു, ആശുപത്രിയിൽ വെച്ച് സംശയം തോന്നി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ ഈ മരം വെട്ടുന്ന കത്തി കൊണ്ടാണ് ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളും ആ വീട്ടിൽ ആ സമയത്തുണ്ട്. പക്ഷെ കുട്ടികൾ ഇതൊന്നും അറിഞ്ഞില്ല. അവർ 4ഉം 2ഉം വയസ്സുള്ള കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഗാഠനിദ്രയായിരിക്കും. അവർ പിന്നെ നമ്മൾ നേരം വെളുത്ത് അവരെ വിളിച്ചുണർത്തുമ്പോഴൊക്കെ ആയിരിക്കും അവരുണരുന്നത്. അവരിതൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഇയാൾ ഈ മരം വെട്ടുന്ന കത്തി കൊണ്ട് ഈ ബിൻസിയെ കൊലപ്പെടുത്തുന്നു. ഇതിനകത്തൊരു മറ്റൊരു കാര്യം, ഈ സ്ത്രീകൾ ഈ മൊബൈൽ ഒരു വലിയ കുഴപ്പമാണ്. മൊബൈല് വലിയ പ്രശ്നം ചെയ്യും. മൊബൈൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ പണ്ട് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ടല്ലോ. വാട്സപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ്, അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ നമ്മൾ പണ്ട് പറയാതെ പോയ പ്രണയമൊക്കെ ഉള്ള ആളുകളൊക്കെ അപ്പോഴാണ് നമ്മളെ തേടി വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ഒരു വല്ലാത്ത കരിവരേണ്ട ജീവിതമൊന്നും, അപ്പോൾ ഗ്യാസ് ഉള്ളതുകൊണ്ട് കരിവരേണ്ട ജീവിതമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം എന്നാലും വലിയ ദുഃഖവും പ്രയാസമാണ്. ഇയാൾക്ക് ഒട്ടും റൊമാൻറ്റിക് അല്ല. തിരിച്ചിപ്പുറത്തുള്ള ആൾക്കും തോന്നുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പഴയ ആൾ വരുന്നു, അയാള് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, മെസ്സേജ് ഇടുന്നു. ചിലപ്പോൾ സൗഹൃദമായിരിക്കാം, ചിലപ്പോൾ ചിലത് അതിനപ്പുറത്തേക്ക് പോവാം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നം പല ആളുകൾക്കും അപ്പോൾ അപ്പുറത്തുള്ള ആൾ അറിയുന്നില്ല ഇവിടെ ഭർത്താവുണ്ടെന്നോ, അല്ലെങ്കിൽ ഇയാളെയാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുമാണ് ഈ സുനിൽ. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് സംശയം കൂടെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ലഹരി ഉപയോഗിച്ച് ഇയാൾ മക്കളെ മർദ്ദിക്കാറുണ്ട്. സ്ഥിരം ഇയാൾ അവിടുത്തെ ഒരു വഴക്കാളി, ആ കുടുംബത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന ഗൃഹനാഥനാണ്. അത് ഭാര്യയെ മർദ്ദിക്കുക, അത് തടസ്സം പിടിക്കാൻ ചെല്ലുന്ന കുഞ്ഞുങ്ങളെ മർദ്ദിക്കുക, ഇതാണ് അയാളുടെ സ്ഥിരം പരിപാടി. ലഹരി കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ആളുകൾ പല ടൈപ്പ് ആളുകളാണ്. ചിലർ ശാന്തരാണെങ്കിൽ ചിലർ അങ്ങനെയല്ല, വയലൻ്റായി അവർ ഈ ഭാര്യയും മക്കളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് അവരുടെ പറ്റി പ്രധാനപ്പെട്ട ഒരു ഹോബിയായിട്ട് അവർ മാറ്റുന്നത്. എന്തായാലും ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ സ്ത്രീകൾ, ഇപ്പോൾ പുരുഷന്മാർ സംസാരിച്ചാൽ ഇത്രയേ ഉള്ളൂ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കാം. എന്നാലും അവർ മറ്റേ കോളുകളിലേക്ക് പോകുമ്പോൾ അവർ ശ്രദ്ധിക്കണം എന്നുള്ളത്. പക്ഷെ എന്നാലും സ്ത്രീകൾ സംസാരിക്കുമ്പോൾ അവർക്ക് സൗഹൃദമൊക്കെ ആയിരിക്കാം. ആ സൗഹൃദമൊക്കെ ഉള്ള ആളുകൾ രാത്രി നിങ്ങൾ അവരോട് പറഞ്ഞേക്കണം, നിങ്ങൾ ഈ സമയം, അല്ലെങ്കിൽ ഭർത്താവ് കടന്നു വരുന്നു, ഭർത്താവ് വരുന്ന സമയത്തും. പക്ഷെ ഇപ്പൊ ഒരു തലമുറയ്ക്ക് ഇപ്പുറം കുറെ കൂടെ പൊളൈറ്റ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരേ പ്രായത്തിലുള്ള കുട്ടികൾ കല്യാണം കഴിക്കുന്നുണ്ടല്ലോ, അവർക്കിടയിലൊക്കെയാണെങ്കിൽ കുറെ കൂടെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇതിൽ പറഞ്ഞ കണക്ക് സുഹൃത്തുക്കൾ ഇന്ന സമയം കഴിഞ്ഞ് വിളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു നിബന്ധനയൊന്നും അവർക്കിടയിൽ പലപ്പോഴും കാണാറില്ല. കാര്യം കൂട്ടായിട്ടുള്ള സൗഹൃദങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. പക്ഷെ ഒരു തലമുറയ്ക്കൂടെ പുറകിൽ അത്ര വിശാലമായി ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ ഒന്നും അവർക്കില്ല. അങ്ങനെ ഒരു ലോകം അവർ കണ്ടിട്ടുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കോളൊക്കെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഭർത്താവ് പെട്ടെന്ന് കയറി വരുമ്പോൾ ഈ കോള് പെട്ടെന്ന് കട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ പിന്നെ സംശയമായില്ലേ. അതൊക്കെ കാര്യം. വേറെ കാര്യം ചോദിക്കട്ടെ, നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളോട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ പ്രകടമായ പല വ്യത്യാസങ്ങളും ഉണ്ട്. ഇവിടെയൊക്കെ നിരന്തരമായിട്ട് ഈ കുട്ടിയെ മർദ്ദിക്കുന്നു, അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഈ വീട്ടിൽ പ്രശ്നമുണ്ടെന്നൊക്കെ അയൽവാസികൾക്ക് നാട്ടുകാർക്കും ഒക്കെ അറിയാം. ഇവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷെ ഇതിനകത്തൊന്നും പോലീസിന്റെ ഇടപെടൽ ഉണ്ടായാൽ പോലും പലപ്പോഴും ഈ ആൾക്കാർ എൻ്റെ ഭർത്താവ് പോട്ടെ, എന്റെ ഭാര്യ പോട്ടെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാന്നൊക്കെ ഒരു ചിന്താഗതിയാണ് പല കുടുംബങ്ങളിലും. വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ എപ്പോൾ തൂക്കിയെടുത്തുകൊണ്ട് പോയി ഇട്ടെന്ന് ചോദിച്ചാൽ ആ കുട്ടി ഏതെങ്കിലും ഷെൽട്ടർ ഹോമിലോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്യും. ഈ രീതിയിൽ അടിവെച്ചിട്ടാണെങ്കിലും നമുക്ക് ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകാം, കുട്ടികളെയൊക്കെ വിചാരിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് പല കുടുംബങ്ങളിലും. ഒരു പരിധിവരെ അതൊരു പ്രശ്നമാണ്. ഈ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കുട്ടികളെ കുറച്ചുകൂടെ സ്വയം പര്യാപ്തരാക്കി, ചെറിയ പ്രായത്തിൽ തന്നെ സ്വയം പര്യാപ്തരാക്കുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയും സാമൂഹിക ചുറ്റുപാടുമാണ് അവർക്കുള്ളത്.
ഇവിടെ ഇപ്പോഴും 17-18 വയസ്സായാലും ഇപ്പോഴും അച്ഛനമ്മയും ചെലവ് കൊടുക്കണം. കുടുംബത്തിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ കാര്യങ്ങൾ നീങ്ങുന്നത്. പിന്നെ ഒരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാണ് പിന്നീട് അവർ എന്നാൽ ജോലി ആയിക്കഴിഞ്ഞാലും പിന്നെ അയാൾ ഈ കൊടുത്ത് തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റമാണ് നമുക്ക് നമ്മുടെ ഒരു കുടുംബ ബന്ധങ്ങൾ, കുടുംബ ഭദ്രതയിൽ അധിഷ്ഠിതമായൊരു ജീവിത സാഹചര്യമാണ് നമുക്കുള്ള തീർച്ചയായിട്ടും അതുണ്ട്. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഈ ആളുകൾക്ക് പെട്ടെന്ന് തൻ്റെ ഒപ്പമുള്ള ആള് മറ്റൊരാളുമായി സംസാരിക്കുന്നത്. അതൊക്കെ ഒരു ടോക്സിക് എന്ന് പറയുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന ഒന്നാണ്. അപ്പോൾ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോണിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ അത്യാവശ്യത്തിന് സംസാരിക്കുക, കാര്യങ്ങൾ പറയുക, ഇതൊക്കെ ആകാവൂ. അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഇനി അഥവാ ഇനി അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടെന്ന് വെച്ചോ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചോ, ഇതെന്നല്ല ഞാൻ പറയുന്നത്, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവർ വിവേകത്തോടെ ചിന്തിച്ച് ഒക്കെ ചെയ്യാവും. നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല. ആളുകളാണ്, മനുഷ്യരാണ്, മനുഷ്യർക്ക് അത്തരം സ്നേഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും. അതുണ്ടാകുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭാര്യ അത് ഏത് ഘട്ടത്തിലായാലും അത് അറിയുകയും ചെയ്യും. ഭാര്യയായാലും ഭർത്താവായാലും ഏതെങ്കിലും ഒരു സമയത്ത് ഇത് കണ്ടുപിടിക്കപ്പെടുമല്ലോ. രഹസ്യമായിട്ട് ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ കുടുംബത്തിൻ്റെ ഭദ്രതയെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോകാതെ അത് ശ്രദ്ധിച്ച് ഇത് പറയുമ്പോൾ ചിലപ്പം ഇതിങ്ങനെയൊക്കെ പറയാവോ എന്ന്, പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ആ യാഥാർത്ഥ്യത്തിന് നേരെ കാണുകയും ചെയ്യാണ്. അതെ, പല കൊലപാതകങ്ങളുടെയും പിന്നിൽ ഇത്തരം സംശയങ്ങളും മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സംശയരോഗമുള്ള ഒരാളാണ് ഭർത്താവെങ്കിൽ അയാളോടൊപ്പം, അല്ലെങ്കിൽ നിരന്തരം മർദ്ദിക്കുന്ന ഒരാളാണ്, സ്വസ്ഥത തരാത്ത ആളാണെങ്കിൽ, അത് മാത്രമല്ല ഇവർ ഹരിതകർമ്മസേനയിലാകുമ്പോൾ അത്യാവശ്യം അവർക്ക് സോഷ്യൽ കോണ്ടാക്ട് ഉണ്ട്, ഒരു വരുമാന മാർഗമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഇപ്പം ഈ ജയശങ്കർ പറഞ്ഞ പോലെ മക്കളുള്ളത് കൊണ്ട് പലപ്പോഴും, ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരു കുടുംബജീവിതത്തിൽ വലിയ താളപ്പിഴകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് മക്കൾ 2 പേരുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബന്ധം വേർപെടുത്താതെ നിൽക്കുന്നത്. പക്ഷേ നിരന്തരമായിട്ട് ഇങ്ങനെ അടിയിട്ട് കഴിയുന്ന മാതാപിതാക്കളെ കണ്ട് വളരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയും കൂടി അവർ ഓർക്കേണ്ടതുണ്ട്. പിന്നീടുള്ള അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിലേക്ക് ഇത് വല്ലാണ്ട് ബാധിക്കും. കുട്ടികളെ തനിച്ചാക്കണ്ടെന്ന് വെക്കുമ്പോൾ വലിയ രീതിയിൽ ക്രിമിനൽ മെന്റാലിറ്റി പോലും കുട്ടികൾ ഉണ്ടാക്കിയെടുക്കാൻ തരത്തിലുള്ള അവരുടെ ദുരന്തപൂർണമായിട്ടുള്ള അവരുടെ കുട്ടിക്കാലമൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഈ നമ്മുടെ ഈ ആളുകളുടെ കുടുംബ ബന്ധങ്ങളിൽ ഉള്ള മാതാപിതാക്കളുടെ സപ്പോർട്ട്. ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ബന്ധുക്കൾ, മാതാപിതാക്കൾ, പലപ്പോഴും അണുകുടുംബങ്ങളാകുമ്പോൾ ഒരു പ്രശ്നം അതാ. പണ്ട് അങ്ങനെ അല്ലല്ലോ. കൂട്ടുകുടുംബങ്ങളാകുമ്പോൾ കുറച്ചുകൂടെ ആളുകൾ വന്ന് ഇടപെടാനും സംസാരിക്കാനും ബന്ധുക്കൾ പരിഹരിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമം ഉണ്ടായത്. ഒരു പക്ഷേ അതിനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. അങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങൾ ചോദിക്കാനും പറയാനും, ഈ യുവതിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ളൊരു തോന്നൽ ഈ ഭർത്താവിനുണ്ടെങ്കിൽ ഇത്രയും ശല്യമോ ഉപദ്രവമോ ഒന്നും ഉണ്ടാകില്ല. ഇപ്പോൾ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പോകുന്നത്. പിന്നെ ഇയാളൊരു ക്രിമിനലാണ്. ആ ക്രിമിനൽ മൈൻഡ് അത്രയും ഉള്ളത് കൊണ്ടാണ് ആ ഭാര്യയെ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൻ്റെ പുറത്തൊന്നും കൊന്നതല്ലല്ലോ. ഇയാൾ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ കൊന്നതാണ്. കൊന്നിട്ട് ആ യുവതിയെ ബെഡ്ഷീറ്റ് പുതപ്പിച്ച് കിടത്തി, മക്കളെ ആഹാരം കൊടുക്കുന്നു, സ്കൂളിൽ കൊണ്ടാക്കുന്നു. ഇതെല്ലാം ചെയ്യണമെങ്കിൽ അയാൾക്ക് യാതൊരു പതർച്ചയില്ലാത്ത ഒരു ബോൺ ക്രിമിനലാണ്. ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഇവരെ ഇല്ലാതാക്കണം എന്ന് തന്നെ ചിന്തിച്ചിട്ട് ചെയ്ത ഒരാളാണ്. ഇത്തരം ആളുകളുടെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ഉണ്ട്. അപ്പോൾ അവരോടൊപ്പം ജീവിക്കുക. ഇത് ക്രിമിനൽ എപ്പോഴാണ് ഇത് പുറത്ത് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെയുള്ള ആളുകളോടൊപ്പം ജീവിക്കുന്ന അവസാനിപ്പിക്കുക. എന്തായാലും ഈ സംഭവത്തിൽ 2 മക്കൾ അനാഥരായി. അത് ഇയാൾ ഈ അമ്മയില്ലാതാകുന്നു, അച്ഛൻ ഇയാൾക്ക് മക്കളെ വളർത്താൻ പറ്റില്ല, ഇയാൾ എന്തായാലും ജയിലിൽ പോകും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ, അത് ചെറിയ കുഞ്ഞുങ്ങളാണ് 2 പേരും, അവരൊന്നും അറിയാത്ത 2 കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ അതൊക്കെ ഇയാൾ ചിന്തിക്കണമായിരുന്നു. ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾ ഭാര്യയെ ഒന്നിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, അവർക്ക് ചിലപ്പോൾ ഇയാളോട് സ്നേഹം, നമ്മളിത് പറയുന്നെങ്കിലും ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അയാളെ ഉപേക്ഷിച്ച് പോകാൻ അവർക്ക് പറ്റില്ല. പക്ഷെ ഇയാൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഭാര്യയെ വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് അയാൾക്ക് ചെയ്യാമായിരുന്നു. ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് പോവുക എന്നുള്ളത്, കുഞ്ഞുങ്ങളെ അനാഥരാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ഭാവി ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് വളരുന്ന പോലെ അല്ല നമ്മൾ വേറൊരു ബന്ധു വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയുണ്ടല്ലോ, അത് മനസ്സിലാക്കി ആളുകൾ പെരുമാറണം എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശരി.